ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഈ കോയ കോളിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ പല ആൾക്കാരും കണ്ടു കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണം. ഈ മുസ്ലിം നാമധാരിയായിട്ടുള്ള യുക്തിവാദി എന്ന് പറയുന്ന ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള ഒരു പരമചെറ്റ സ്വന്തം മാതാവ് മരണപ്പെട്ടപ്പോഴത്തേക്ക് ആ മാതാവിനെ കുറിച്ചിട്ട് ഈ നായ പറഞ്ഞത് ഹൂറന്മാരടുത്തേക്ക് എൻ്റെ ഉമ്മ പോയി എന്ന്. അപ്പം സ്വന്തം മാതാവിന് പോലും വില കൽപ്പിക്കാത്ത ഈ ചെറ്റയുടെ മുമ്പിൽ പോയിട്ട് പല സ്ത്രീകളും വന്നിട്ട് ഇസ്ലാമിനെ കുറിച്ച് ചോദിക്കാൻ ഇവൻ ഇസ്ലാം പണ്ഡിതൻ വല്ലതും ആണോ? ഇവനൊരു പുല്ലുമല്ല. ഇന്ന് നമ്മുടെ കയ്യിൽ എല്ലാ സംവിധാനങ്ങളും ഉണ്ടല്ലേ. നമ്മൾ മൊബൈൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ എല്ലാ വിവരങ്ങളും നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അത് ഇസ്ലാമിനെ കുറിച്ചിട്ടായിക്കോട്ടെ, മറ്റേതെങ്കിലും മതവിഭാഗങ്ങളെ കുറിച്ചിട്ടായിക്കോട്ടെ, ലോകത്തുള്ള എന്തിനെ കുറിച്ചായിക്കോട്ടെ, നമുക്ക് ചോദിച്ചാൽ കൃത്യമായിട്ട് നമ്മിനെ പോലുള്ള സോഫ്റ്റ്വെയറുകൾ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. എന്തായാലും ഈ കോയ കോളിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം ഇവൻ്റെ ബാപ്പ ഒരു ഒന്നാന്തരം കോയ തന്നെയാണ്. പിന്നെ ഇവനിക്ക് ഉണ്ടായിട്ടുള്ള മക്കളും കോയ തന്നെയാണ്. 2ഉം 3ഉം പെണ്ണും കെട്ടി മക്കളെ ഉണ്ടാക്കി ഇട്ട് കൊടുത്തിട്ട് 10 പൈസ ചെലവിന് കൊടുക്കാതെ കുടിച്ച് കൂത്താടി പെണ്ണും പിടിച്ച് കിടക്കുന്ന ഈ തന്തയ്ക്ക് പറക്കാത്ത ഈ കഴിവറ മോനെ കുറിച്ചിട്ട് ഇങ്ങനല്ലാതെ എനിക്ക് പറയാൻ സാധിക്കത്തില്ല. ആഭ്യന്തരമന്ത്രിയോട് റിക്വസ്റ്റ് ഉണ്ട്. ഇവൻ കുറച്ച് കാര്യങ്ങൾ ഇവൻ്റെ ഈ കോയ കോളിംഗ് എന്ന് പറഞ്ഞ ഈ സെപ്റ്റി ടാങ്കിലൂടെ നടത്തിയിട്ടുണ്ട്. അതായത് ഇസ്ലാം മതത്തിലേക്ക് വന്നിട്ടുള്ള ചില സ്ത്രീകൾ മുസ്ലിം നാമധാരികളായിട്ടുള്ള ചെറുപ്പക്കാരിൽ നിന്നും ഏറ്റിട്ടുള്ള പീഡനങ്ങൾ, ഈ സ്ത്രീകളെ ചില മുസ്ലിം സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയിട്ട് അവിടെ പീഡിപ്പിച്ചിട്ടുള്ള കഥകളൊക്കെ ഇവൻ്റെ ഈ ചാനലിനകത്തൂടെ പുറത്തു പറഞ്ഞിട്ടുണ്ട്. അത് സത്യമാണ് എന്നുണ്ടെങ്കിൽ അത്തരം മതസ്ഥാപനങ്ങൾ ഏതായാലും അത് അടച്ചുപൂട്ടണം. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എവനാണെങ്കിലും അവനെയൊക്കെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഇനി അതല്ല, ഒരു മതത്തെ ഇഴുത്തി കാണിക്കാനും ഒരു മതത്തെ കുറിച്ചിട്ട് സംഘപരിവാറും കാസായിൽ നിന്നും അവൻ്റെ അച്ചാരം വാങ്ങിച്ചിട്ട് ഇതുപോലത്തെ തെമ്മാടിത്തരം പറയാനാണ് ഇവൻ ഈ സെപ്റ്റി ടാങ്കിൽ കയറിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സെപ്റ്റി ടാങ്ക് ഇത് ഇടിച്ചു പൊളിച്ച് ഇവനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ രമേശ് ചെന്നിത്തല സാറിനോട് ഒരു റിക്വസ്റ്റ് ആണ്. എന്തായാലും ഇതിനൊക്കെ നല്ല കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുന്ന നമ്മുടെ ഒരു പെൺപുലിയുണ്ട്, നമ്മുടെ ഷെഫീന ബീവി അടിച്ചിവൻ്റെ അണ്ണാക്കി തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ ആരിഫ് ഹുസൈന്റെ പുതിയൊരു ഐഡിയ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോയ കോളിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വെച്ചിട്ടുണ്ട്. കോയ അവന്റെ വാപ്പ, അവൻ പിന്നെ അവൻ ഉണ്ടാക്കിയ ഒരു കുട്ടി, ഇത് 3ഉം കോയ തന്നെയാണ്. അവൻ പിന്നെ കോയ എന്ന് മാറിപ്പോയാ പേര് മാറ്റിയിട്ടുണ്ടോ? ആരിഫ് ഹുസൈൻ തന്നെയല്ലേ? അവൻ മറ്റൊരു മതത്തിലൊന്നും പോയിട്ടില്ലല്ലോ. അവൻ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത് ഇസ്ലാം മതത്തിൽ തന്നെയാണ്. അത് ഇസ്ലാമിയരുടെ ഗതികേടാണ്, നിരീശ്വരവാദിയാണ്. അതുകൊണ്ട് നിനക്ക് നിരീശ്വരവാദം ഉണ്ടെങ്കിൽ നീ വിശ്വസിക്കേണ്ട, നീ നിന്റെ ജോലി നോക്കപ്പാ. അത് വേറുള്ളവർ എന്തെങ്കിലും പ്രോബ്ലം ചെയ്യുന്നുണ്ടെങ്കിൽ ശരി. ഇപ്പം നമ്മൾ പറയുന്ന കണക്ക് മനുഷ്യ കുരുതി കൊടുക്കുന്നു, അതൊരു വലിയ തെറ്റാണ്, ക്രൈമാണ്. അത് ഒരുതരം അന്ധവിശ്വാസമാണ്, അന്ധമായ വിശ്വാസമാണ്. സതി, ഇതൊക്കെ അന്ധമായ വിശ്വാസങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇയാൾ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇയാൾക്ക് തോന്നിയ കണക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിയരെ കളിയാക്കുന്നതാണ് ഇയാളുടെ സ്ഥിര പരിപാടി. അല്ലാതെ ഇയാൾക്ക് എന്തെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്. അതായത് ഇവൻ NRCയുടെ മെയിൻ കൊണാണ്ടർ ആണെങ്കിൽ എക്സ് മുസ്ലിമിന്റെ കൊണാണ്ടറായ ലിയാഖത്ത് അലി 5 ലക്ഷം രൂപ ഒരു പാവം മനുഷ്യനെ പറ്റിച്ചു. തിരിച്ചല്ല കേട്ടോ, തിരിച്ച് എക്സ് മുസ്ലിമിന്റെ ആരും പറ്റിച്ചതായിട്ട് ഇവിടെ ആരും ഒന്നും പറഞ്ഞു കേൾക്കുന്നില്ല. പക്ഷെ ഇസ്ലാമിയരെ പറ്റിച്ച് പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക തരം കഴിവ് ഈ പറയുന്ന കൂട്ടങ്ങൾക്കുണ്ട്, ഈ കൂട്ടായ്മയ്ക്കുണ്ട്. ലിയാഖത്ത് അലി 5 ലക്ഷം രൂപ പറ്റിച്ച കാര്യം നിങ്ങൾക്കൊക്കെ അറിയുന്നതിന് അയാള് കേസിന് പോയി. എന്നിട്ടും അത് എന്റെ അവകാശമാണെന്ന് പറഞ്ഞ് കട്ട മുതൽ നക്കി തിന്നുന്ന അത് വേറൊരു സാധനം. ഈ നാറിയെ പ്രസവിച്ചു എന്നതിൽ ആ സ്ത്രീ ഏറ്റവും അധികം വേദനിക്കുന്നുണ്ടെന്ന് അത് മനസ്സിലായിരുന്നു. പക്ഷെ എന്നിട്ടും എന്റെ മകൻ നന്നായി തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയിലായിരുന്നു. ആ മരിച്ച മാതാവിന് കൊടുത്ത മര്യാദ നിങ്ങൾ കണ്ടിട്ടുണ്ട്? സ്വന്തം പെറ്റുമ്മയ്ക്ക് കൊടുക്കാത്ത നീതി, സ്വന്തം ഭാര്യമാർക്ക് കൊടുക്കാത്ത നീതി, സ്വന്തം മക്കൾക്ക് കൊടുക്കാത്ത നീതി നിനക്ക് എവൻ നേടിത്തരുമെന്ന് പറയുന്നുണ്ടല്ലോ പെണ്ണായി. നിനക്കൊന്നും ബോധമില്ലേ? കോയ കാളിയും കൊണ്ട് ഉണ്ടംപൊരി കൊണ്ടിരിക്കുന്ന ഇവൻ സ്വന്തം കുടുംബത്തിന് എന്ത് ചെയ്തു? ഒരു വ്യക്തിയെ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യും? നമുക്ക് ചുറ്റും എന്താണ് നമ്മളെന്നുള്ളതാണ് ആദ്യം അനലൈസ് ചെയ്യുന്നത്. ആരിഫ് ഹുസൈനെ പോലെ ഒരു വൃത്തികെട്ടവനെ വിളിച്ച് അന്വേഷിക്കേണ്ടതല്ല ഇസ്ലാം മതം. ഇസ്ലാം മതം പഠിക്കാൻ ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് ബുദ്ധിയുണ്ട്, അറിവുണ്ട്, കയ്യിൽ മൊബൈലുണ്ട്, അല്ലെങ്കിൽ നെറ്റ് ഉണ്ട്, ഇതൊക്കെ വെച്ച് ഞങ്ങൾ അന്വേഷിച്ചോളാം. അറിവില്ലായ്മ പറഞ്ഞു പുലമ്പോ നടക്കുന്ന സ്വന്തം കുടുംബത്തിലോ നാട്ടുകാർക്കോ ഒരു ഉപകാരവും ചെയ്യാത്ത വെറുവാക്കല കെട്ട ഹറാമിലുണ്ടായ ഹറാത്തിൽ പറഞ്ഞ ഒരുത്തന്റെ അടുത്ത് ചോദിച്ചല്ല ഞങ്ങൾ ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത്. കോയാക്കാളിങ്ങിൽ വിളിച്ച് ഡിബേറ്റ് ചെയ്യാൻ മാത്രം അവൻ പണ്ഡിതനല്ല, അവൻ പണ്ഡിതനാണ്. മനസ്സിലായോ? അതായത് സുന ഈസ് നോട്ട് വർക്കബിൾ കണ്ടീഷൻ ഹേ ഹോ. അതുകൊണ്ട് അത് ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി കണ്ട പെണ്ണുങ്ങളുടെ അടുത്ത് അത്രയും കിടന്ന് നിരങ്ങുന്നതാണ്. ഇവനൊരു പറ്റി അവരങ്ങ് വിടും. ആ അഹങ്കാരമാണ് ഇവനെ ഈ നിലനിർത്തുന്നത്. ഞാന് ഈ ചേട്ടന്റെ വീഡിയോ കണ്ടിട്ട് അതായത് കാണാൻ തുടങ്ങിയിട്ട് ഒരു 2-3 ആഴ്ച ആവണുള്ളൂ. ഇത് മുന്നേ കണ്ടിരുന്നെങ്കിൽ ഇസ്ലാം ആവില്ലായിരുന്നു. ഓ
ഇല്ല, ഒരിക്കലും ആവില്ലായിരുന്നു. ഞാൻ ഒന്ന് ഒച്ചരിച്ചിരുന്നെങ്കിൽ ഒന്ന് ഉറക്കിയിരുന്നെങ്കിൽ 24 മണിക്കൂർ ഈ ചിന്തയുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന ഒരു സാധനം നോട്ട് വർക്കിംഗ്. അപ്പൊ ഏത് നേരവും ഈ ഒരു ചിന്തയേ ഉള്ളൂ. അല്ല, എന്തു കേമനാണെന്നാണ് വിചാരം. മനസ്സിലായോ? ഞാനിപ്പോ ഫസ്റ്റ് എനിക്ക് അറിയില്ല, എന്റെ കൂടെ ഉള്ളവരെല്ലാരും ഇങ്ങനെ നോമ്പ് പിടിക്കണു. അപ്പോ അവര് പറഞ്ഞതൊന്നും ഇതൊന്നുമല്ല, ചേട്ടൻ പറഞ്ഞതൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഒന്നും കേട്ടിട്ടില്ല. അങ്ങനെ ഖുറാനിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോ ഞാൻ ആലോചിച്ചത് ഇത് പറയാനെന്താ. അപ്പോ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിന്ന് വരുന്നുള്ളൂ. അതായത് മറ്റുള്ള ആൾക്കാരെ നല്ല രീതിയിൽ കാണുക, അടുത്തുള്ള ആളുകളോട് നല്ല പെരും ഈക്വാലിറ്റി. വരാടാ, അതിലേക്ക് വരാം. ഇത്രയും കുറച്ച് നല്ലത് മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ. ഏത് വിശ്വാസത്തിലാ ആദ്യം ഉണ്ടായിരുന്നത്? ഞാൻ ഹിന്ദു ആയിരുന്നു. കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു വീട്ടിലൊക്കെ? ഇല്ല, ഞങ്ങള് ഒരു പാർട്ടിയിൽ ഇല്ലാത്തവരാ. അപ്പൊ അങ്ങനെ ആയപ്പോ എന്താ അത് മാത്രം. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ എന്താ നമുക്ക് അമ്പലത്തിലൊക്കെ വല്ലപ്പോഴും പോയാൽ മതിയല്ലോ, പോണെങ്കിൽ പോവാം, അല്ലെങ്കിൽ വേണ്ട. അപ്പൊ കുറച്ച് ഫാമിലിയിലൊക്കെ കുറച്ച് വിഷയങ്ങളൊക്കെ ആവുമ്പോ നമുക്ക് വിഷമം വരുമ്പോ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ ആലോചിച്ചു നമുക്ക് എപ്പോഴും ഒന്നും പോവാൻ പറ്റുന്നില്ലല്ലോ, അപ്പൊ എന്താ സൊല്യൂഷൻ എന്നാലോചിച്ചു. അപ്പൊ ഞാൻ നോക്കിട്ട് ഇവരിങ്ങനെ 5 നേരം നിസ്കരിക്കാം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന് നമുക്ക് സമാധാനം കിട്ടും എന്നൊക്കെ പറഞ്ഞ ഞാന് ഇതൊക്കെ അറിയാമോ, ആ പെൺകുട്ടി ഒരുത്തനെ പ്രണയിച്ചതിന്റെ പേരിൽ പ്രണയ വിവാഹത്തോടനുബന്ധിച്ച് അവൾക്ക് മതം മാറേണ്ടി വന്നു എന്നാണ് അവൾ പറഞ്ഞു വരുന്നത്. ഇത് ആർട്ടിക്കുലേറ്റഡ് ആണ്, ഇവൻ പറഞ്ഞു വെച്ച് സെറ്റാക്കി വെച്ചിരിക്കുന്ന പെണ്ണാണ്. അതാണ് ഇതുപോലെ മടുമണ്ടത്തരം പറയണത്. ഇത് കേട്ടിട്ട് ഒരു സംഘടന ഉണ്ടാക്കി വെച്ചിട്ട് ഇവൻ എന്ത് ഉണ്ടാക്കി എന്നൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? എത്ര പേര് ഇവൻ കാരണം നന്നായി എന്നൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഇവൻ പറയുന്ന കണക്കുള്ള ഈ പറഞ്ഞ മോശപ്പെട്ട സാധനങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിലൂടെ എത്ര പേര് ഇത് മാറി എന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇവിടെ ഏറ്റവും കൂടുതൽ ക്രിമിനൽ ആക്ടിവിറ്റീസിലുള്ളത് മതവിശ്വാസം ഇല്ലാത്ത മണ്ടന്മാരാണ്. മതവിശ്വാസികൾ ഇത് ചെയ്യുന്നത് വളരെ വളരെ കുറവാണ്, തുലവും തുച്ഛമാണ്. മതത്തെ വിശ്വസിക്കുകയും അതനുസരിച്ച് പോവുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇതുപോലെ തോന്നിവാസം കാണിക്കാൻ പറ്റില്ല. ഇവൻ ഈ കോയ കോളിംഗ് എന്നും പറഞ്ഞ് ഇവന്റെ ഈ സെപ്റ്റി ടാങ്കിനകത്ത് ഒരു പരിപാടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവൻ തന്നെ കുറച്ച് ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കും. ഇസ്ലാമിനെ ഇഴുത്തി കാണിക്കാൻ വേണ്ടി, ചെറ്റത്തരം പറയാൻ വേണ്ടി ഇവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മുണഞ്ഞ പ്രോഗ്രാമാണ് ഈ ഒരു സംഭവം. ഇത് ശരിക്കും നമ്മുടെ ഇവിടുത്തെ നിയമപാലകർ ഇത് അന്വേഷിക്കും. കാരണം ഇവിടെ മതമില്ലാത്തവനും ജീവിക്കുന്നുണ്ട്, മതമുള്ളവനും ജീവിക്കുന്നുണ്ട്, എല്ലാവരും ജീവിക്കുന്നുണ്ട്. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ പറയാനായിട്ടുള്ള അവകാശങ്ങളുണ്ട്. പക്ഷേ ഒരു സമുദായത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്തരം തെമ്മാടിത്തരവും തെണ്ടിത്തരവും പറയുന്ന ഈ ചെറ്റേനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. കാരണം ഇവനെ പോലുള്ള പൈകളാണ് ഈ സമൂഹത്തിന്റെ വിപത്ത്. വലിയൊരു ആപത്താണ് ഇവൻ. സ്വന്തം കുടുംബത്തിന് പ്രയോജനമില്ല, സ്വന്തം മക്കൾക്ക്, ഭാര്യയ്ക്ക് പ്രയോജനമില്ല. രണ്ടും മൂന്നും കെട്ടി നടക്കുന്ന ഈ നായിക്ക് ഈ സമൂഹത്തോട് എന്ത് പ്രതിബദ്ധതയാണുള്ളത്? അപ്പം ഇവന്റെ ഇതിനകത്തേക്ക് കുറെ ആളുകൾ വിളിക്കുന്നു, എന്നിട്ട് ഇസ്ലാമിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നു, അത് അവരിങ്ങനെ ചെയ്യുന്നു, ഇവരിങ്ങനെ ചെയ്യുന്നു. ഇങ്ങനെയുള്ള വലിയ ഗുരുതരമായിട്ടുള്ള സംഭവങ്ങളാണ്, രാജ്യത്ത് വലിയ ഭീഷണിയാണ്, നമ്മുടെ നാട് നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നതൊക്കെ. ഇങ്ങനെ പച്ച കള്ളത്തരം പറയുന്ന ഈ പരമചെറ്റയെ നിലക്ക് നിർത്തേണ്ടത് നമ്മുടെ ഇവിടുത്തെ നിയമപാലകർ തന്നെയാണ്. ഷെഫീന കൊടുത്തിട്ടുള്ള നല്ല കിടുക്കാച്ചി നല്ല മറുപടി തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.